തുടരും എന്ന സിനിമയുടെ പ്രൊമോഷൻസ്, പ്രത്യേകിച്ചും ട്രെയിലർ ഇങ്ങനെ ചെയ്തതിന് ആദ്യം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ സിനിമയുടെ കഥ എന്താണെന്നോ ഇതിന്റെ ജോണർ എന്താണെന്നോ അറിയാതെയാണ് ഞാൻ സിനിമ പോയി കണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എനിക്ക് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റി. മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. മികച്ച അഭിനയ പ്രകടനങ്ങളോടുകൂടി നമ്മളെ വിസ്മയിപ്പിക്കുന്നത് മോഹൻലാൽ തുടരും. കേരള ബോക്സ് ഓഫീസിലെ മോഹൻലാലിന്റെ വ്യക്തമായ ആധിപത്യവും തുടരും. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മോഹൻലാൽ എന്ന നടനെ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ മോഹൻലാൽ എന്ന നടൻ ഒരു താരവും കൂടെയാണ് എന്ന കാര്യം മറന്നുപോകാതെ ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് തരുൺ മൂർത്തിയുടെ വിജയം. തുടരും എന്ന സിനിമ ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ തോന്നും. രണ്ടാമത് കാണുമ്പോൾ തുടരും എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ഫ്രെയിമിനും മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഫ്രെയിമിനും വേറെ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ കഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടെ കാണുമ്പോൾ ഇതിൽ ഓരോ സീനും ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ മനസ്സിലാക്കി കാണുമ്പോൾ ഇതൊരു പുതിയ അനുഭവമായി മാറാനും സാധ്യതയുണ്ട്. തുടരും എന്ന സിനിമയുടെ കഥ ഒരു കാറുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥയും. ഇത് തുടങ്ങുന്നത് ഒരു സത്യനന്ദിക്കാട് സിനിമ പോലെ അത്യാവശ്യം തമാശകളും ഫാമിലി മൊമെന്റ്സ് ഒക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലോട് കൂടി ഈ സിനിമയുടെ പ്രധാന കോൺഫ്ലിക്റ്റിലേക്ക് കയറുന്നു. സോ അവിടെ വെച്ച് ഗിയർ ഒന്ന് മാറുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ സിനിമ വളരെ ഇമോഷണൽ ആയിട്ട് മാറുന്നുണ്ട്. അവിടെയും ഈ ഗിയർ മാറുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഹാഫിൻ്റെ പകുതിക്ക് ശേഷം വീണ്ടും ഗിയർ മാറും. അങ്ങനെ നമുക്ക് തൃപ്തികരമായ ഒരു എൻഡിങ്ങിലേക്ക് ഈ സിനിമ എത്തും. ഈ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ബലം. വളരെ നോർമലായ നമുക്ക് റിലേറ്റബിൾ ആയ ഒരു കഥയെ നല്ല എൻഗേജിങ് ആയ ഒരു സിനിമയാക്കി മാറ്റാൻ ഈ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരക്കഥ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ്. ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, അത് കാരണം മറ്റൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു, അത് കാരണം മറ്റൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഫ്ലോയിലാണ് ഈ ഒരു തിരക്കഥ മുന്നോട്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറുകി വരും. ഈ തിരക്കഥയുടെ മറ്റൊരു പ്രത്യേകത, അവസാനത്തെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ തരുൺ മൂർത്തി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽസ്. അതായത് ഒരു മോഹൻലാൽ സിനിമ കൊള്ളാമെന്ന് കേട്ടാൽ മാത്രം തിയേറ്ററിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ നേര് എന്ന് പറയുന്ന സിനിമ കാണാൻ പോയപ്പോൾ ആ ഒരു കൂട്ടത്തിനെ കണ്ടതാണ്. കുറച്ച് പ്രായമുള്ള ലേഡീസൊക്കെയാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ഈ കാര്യം കുറച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. പക്ഷേ അതിനധികം സമയം എടുക്കാൻ പാടില്ല. പക്ഷേ അത് വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു പ്ലോട്ട് കൃത്യമായിട്ട് വളരെ ഇമോഷണലി പുള്ളി പ്രസൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ബലം ഇതിൻ്റെ ഗംഭീര ആക്ടിങ് പെർഫോമൻസുകളാണ്. ഏറ്റവും മികച്ച പ്രകടനം മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിന് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭാവങ്ങളും എല്ലാ ഇമോഷൻസും അദ്ദേഹം ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. മലയാള സിനിമയിലെ താരങ്ങൾ നന്നായി പെർഫോം ചെയ്യുമ്പോഴൊക്കെ മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ അദ്ദേഹം ആ ബാർ കുറച്ചുകൂടി ഉയർത്തിയിട്ടുണ്ട്. സോ ഇനി ഇങ്ങനെ കമ്പയർ ചെയ്യപ്പെടണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതെന്ന് പറയിക്കണമെങ്കിലോ മറ്റ് നടന്മാർക്കും താരങ്ങൾക്കും കുറച്ചധികം പണിയെടുക്കേണ്ടി വരും. ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ 2 നോട്ടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്, മറ്റൊന്ന് മഴയത്ത് നിന്നിട്ട് ഫർഹാൻ ഫാസിലിനെ നോക്കുന്നൊരു നോട്ടമാണ്. ആ സിനിമയിൽ അതുവരെ കണ്ട ആളല്ല അത്. ആ ഒരു നോട്ടത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റ് ആവുകയാണ്. അങ്ങനെ ലാലേട്ടന് മാത്രം പറ്റുന്ന ചില പരിപാടികൾ വെച്ചിട്ട് അദ്ദേഹം ഈ ക്യാരക്ടറിനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അടുത്ത മികച്ച പ്രകടനം പ്രകാശ് വർമ്മയുടെ ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. പ്രകാശ് വർമ്മ ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. നമ്മൾ വോഡാഫോണിന്റെ സുസു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡ് ഫിലിംസ് കണ്ടിട്ടില്ലേ, അതൊക്കെ അദ്ദേഹം ചെയ്തതാണ്. ഇതിൽ ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബലം. ഈ ഒരു ക്യാരക്ടർ മോഹൻലാലിന്റെ ക്യാരക്ടറിനെ എല്ലാ സീനിലും ഡോമിനേറ്റ് ചെയ്യണം. സോ ഇവരുള്ള എല്ലാ സീനിലും പ്രകാശ് വർമ്മയുടെ ജോർജ് എന്നുള്ള ക്യാരക്ടർക്ക് വ്യക്തമായ ഒരു ഡോമിനൻസ് ഉണ്ട്. അത് സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ ഉണ്ട്. ഒരു സീനിൽ മോഹൻലാൽ സ്ഥിരമായിട്ട് പറയുന്ന മേക്ക് ബിലീഫ് എന്നുള്ളൊരു കാര്യം പ്രകാശ് വർമ്മ മോഹൻലാലിനോട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ മീശയും ആ ചിരിയൊക്കെ ഏകദേശം ബിജു മേനോൻ്റെ പോലെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസും ആറ്റിറ്റ്യൂഡും എനിക്ക് NF വർഗീസിൻ്റെ പോലെയാണ് തോന്നിയത്. മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ആക്ടർ NF വർഗീസാണ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിലെ വിശ്വനാഥ് എന്നുള്ള ക്യാരക്ടർ വളരെ വില്ലത്തരം, ഒരു ക്രൂവലായിട്ടുള്ള വില്ലത്തരം കാണിക്കുമ്പോഴും ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഒന്നും മാറുന്നില്ല. അയാൾ വളരെ കാമാണ്. ഇതിലെ ജോർജ് വില്ലത്തരം ക്രൂരത ഒക്കെ കാണിക്കുന്ന സമയത്ത് കാമാണെന്ന് മാത്രമല്ല, അയാൾ ആ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നുമുണ്ട്. അതും കൂടെ കാണുമ്പോൾ നമുക്ക് തരിച്ചു കയറും. ഗംഭീര പെർഫോമൻസ് ആണ് പുള്ളിയുടെ. അടുത്ത പെർഫോമൻസ് ബിനു പപ്പുവിൻ്റെയാണ്. ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ തുടങ്ങുന്നത് ഒരു രീതിയിലാണ്, പിന്നീട് അങ്ങോട്ട് കഥ ഇങ്ങനെ ടൈറ്റ് ആവും തോറും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇയാൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരുപക്ഷെ സ്റ്റേറ്റ് അവാർഡിനൊക്കെ മത്സരിക്കാവുന്ന രീതിയിലൊരു പെർഫോമൻസ് പുള്ളി ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പിന്നെ പറയാവുന്ന പെർഫോമൻസ് തോമസ് മാത്യുവിൻ്റെയാണ്. അതായത് മോഹൻലാലിൻ്റെ മകനായിട്ട് അഭിനയിച്ച ക്യാരക്ടർ നമുക്ക് എന്തായാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ. പിന്നെ ഫർഹാൻ ഫാസിലിനും തരക്കേടില്ലാത്തൊരു റോളാണ്, അതും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശോഭനയുടെ ക്യാരക്ടർ പറയുമ്പോൾ
ശോഭനയ്ക്ക് ഇതിൽ വലിയൊരു പെർഫോമൻസ് ഉള്ള സ്പേസ് ഇല്ല. നായകൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു റോളാണ് ശോഭന ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ശോഭന ആയതുകൊണ്ട് മോഹൻലാൽ ശോഭന സീൻസൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ. പിന്നെ ഇമോഷണലി ഡിമാൻഡിങ് ആയിട്ടുള്ള സീൻസൊക്കെ അവർ വളരെ സിമ്പിളായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാസ്റ്റിങ്ങും നന്നായിരുന്നു. സോ തുടരും എന്ന സിനിമ അത്യാവശ്യം ഇമോഷണലായ തമാശകളൊക്കെയുള്ള, നിങ്ങൾക്ക് ഫാമിലിയായി തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പക്ഷേ ഈ സിനിമ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ദൃശ്യം എന്ന സിനിമയുമായിട്ടുള്ള ഇതിൻ്റെ കമ്പാരിസനാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ സ്പോയിലേഴ്സ് ഉണ്ട്. സോ ദൃശ്യവുമായിട്ട് എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നു? തുടരും എന്ന സിനിമയുടെ ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരൻ, അയാളുടെ ഫാമിലിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നമുണ്ടാവുന്നു. ഈ പ്രശ്നത്തിനോട് ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇയാൾക്കെതിരെ നിൽക്കുന്നത് കേരള പോലീസാണ്. സോ ഇവിടെ നിന്നും, ഈ ഒരു കുരുക്കിൽ നിന്നും ഇയാൾ എങ്ങനെ ഊരിപ്പോരുന്നു എന്നുള്ളതാണ് തുടരും എന്ന സിനിമയുടെ കഥ. ഇത് തന്നെയാണ് ദൃശ്യത്തിൻ്റെയും ബേസ് പ്ലോട്ട്. പക്ഷേ രണ്ട് സിനിമയിലും പോലീസുകാർ ഫാമിലി ഉപദ്രവിക്കുന്നതും പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റിയും എല്ലാം കാണിക്കുന്നുണ്ട്. സോ പല സമയത്തും നമുക്ക് ദൃശ്യവുമായിട്ടുള്ളൊരു കമ്പാരിസൺ വരികയും അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് അവസാനത്തുമ്പോൾ ദൃശ്യത്തിൻ്റെ അത്ര രസമായില്ല എന്നുള്ളൊരു ഫീല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ഇന്നലെ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചില പയ്യന്മാർ സംസാരിക്കുന്നത് കേട്ടതാണ്. അവരിൽ ചിലർക്ക് ഈ ഒരു കമ്പാരിസൺ കാരണം ഈ സിനിമ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങൾ ഈ ഒരു ദൃശ്യം കമ്പാരിസൺ മനസ്സിൽ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതൊരു പെർഫെക്റ്റ് സിനിമയല്ല. കാരണം ചില പ്രധാന പോയിന്റുകളിൽ ചെറിയ ലൂപ്പ് ഹോൾസ് ഇതിലുണ്ട്. ഒന്നാമത്തേത്, ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനാണ് ഒരു പേഴ്സ് കിട്ടുന്നത്. പക്ഷെ ആ പേഴ്സ് അവിടെ കിട്ടാനായിട്ട്, അതായത് ഒരു അണ്ടർവെയർ മാത്രം ഇട്ട് നിൽക്കുന്ന ഒരാളുടെ പേഴ്സ് അവിടെ വരില്ല. അങ്ങനെ വരാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ സിനിമയിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ടും ആ ഒരു ലോജിക്ക് നോക്കാതെയാണ് ആ പേഴ്സ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിന് മുമ്പ് വില്ലൻ നായകനെ തപ്പി നായകൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുന്നത് ഫുൾ പോലീസും ഒരു വലിയ ഫോഴ്സ് അയാളുടെ കൂടെ ഉണ്ട് ഈ നായകനെ അന്വേഷിച്ച് വരാൻ. പക്ഷെ അടുത്ത സീനിൽ നായകനുണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് പുള്ളി ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ ഇത്ര ആൾക്കാരെ കൊണ്ടുവരുന്ന ആൾ ആ നായകനുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകില്ലല്ലോ. പക്ഷെ അവിടെ നമ്മൾ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി അയാളെ ഒറ്റയ്ക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ചില സിനിമാറ്റിക് ലിബർട്ടീസ്. പിന്നുള്ളൊരു കാര്യം, ഈ ഒരു സിനിമയുടെ പ്രധാന കോർ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലെ 2 പേര് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരേ സമയത്ത് 2 കാര്യങ്ങൾക്കായിട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഫോഴ്സ്ഫുള്ളി റൈറ്റ് ചെയ്ത പോലെ നമുക്ക് ആ ഒരു പോയിന്റിൽ തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഈ സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നില്ല. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല, സിനിമയാണ്. സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള സിനിമാറ്റിക് ലിബർട്ടി എടുക്കാം. ആ ലിബർട്ടി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്രയും കീനായിട്ട് ഇതൊരു പെർഫെക്റ്റ് സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്ക് ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് തോന്നുകയും ഈ സിനിമ ആസ്വദിക്കാതിരിക്കാൻ പറ്റാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റെസ്പോൺസ് കാരണം. സോ നിങ്ങൾ ആ ഒരു ഹൈ എക്സ്പെക്റ്റേഷനൊക്കെ മാറ്റി വെച്ച് ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. സോ അത് തിയേറ്ററിൽ നിങ്ങൾ മിസ്സാക്കരുത്.